This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. ക്രൈസ്തവ ലോകം പെസഹ വ്യാഴം ആചരിക്കുന്നതിന്റെ ഭാഗമായി ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പെസഹ അപ്പം മുറിക്കൽ ശുശ്രൂഷകൾക്ക് ഫൊറോന വികാരി റവറൻ ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് തുണ്ടിയിൽ, ഡീക്കൻ ബ്രദർ ജിതിൻ പഴയ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ക്രിസ്തു തന്റെ ശിഷ്യരോടൊപ്പം കഴിച്ച അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി നടന്ന ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സ്നേഹത്തിന്റെയും എളിമയുടെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് നടന്ന കാലുകഴുകൽ ശുശ്രൂഷയും പെസഹ വ്യാഴത്തിന്റെ പ്രത്യേകതയായിരുന്നു. അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം വിശ്വാസികൾക്കായി പെസഹ അപ്പവും പാലും വിതരണം ചെയ്തു. ദൈവജനം ഒരു കുടുംബമായി ഒന്നിച്ച് നമ്മൾ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭക്തിപൂർവ്വം നമുക്ക് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്തായ പെസഹ അപ്പം മുറിക്കൽ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവമേ, ഞങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അത്ഭുതകരമായി രക്ഷിച്ചുവല്ലോ. ഈ മാസം 11-ാം തീയതി നിങ്ങൾ ഒരാടിനെ പരിഗണിക്കണം. കൈപ്പുള്ള സസ്യം കൂട്ടി പൊളിക്കാത്ത അപ്പവും നിങ്ങൾ ഭക്ഷിക്കണം. അരമുറക്കിയും ചെരുപ്പ് ധരിച്ചും കയ്യിലൊരു വടി പിടിച്ചും അതിവേഗത്തിൽ ഭക്ഷിക്കണം. എന്നാൽ അത് കർത്താവിന്റെ പെസഹയാകുന്നു എന്ന് ഇസ്രായേൽക്കാർ കൽപ്പിച്ചുകൊണ്ട് പെസഹ ആഘോഷിക്കാത്ത ദേശം നൽകിയ ദൈവമേ, ഞങ്ങൾ ഈ പെസഹാഭവനത്തിൽ അംഗസംപ്രീതനാകണമേ. എല്ലാവരും അങ്ങയുടെ മക്കളാണെന്നും ഇടവയാകുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള അവബോധം ഞങ്ങൾ വളർത്തണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നിങ്ങൾ പെസഹ കുഞ്ഞാടിനെ ബലി ചെയ്തിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ വന്നു ചേർന്നു. ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവൻ. അവർ അവിടത്തോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ കാണും. അയാൾ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങളും പോകുവിൻ. ആ വീട്ടുടമസ്ഥനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പെസഹ ഭക്ഷിക്കുന്നുള്ള സൽക്കാര മുറി എവിടെയാണെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവിൻ. സജീവിതമായ ഒരു വലിയ മാളിക മുറി അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുവിൻ. അവർ പോയി അവിടുന്ന് പറഞ്ഞതുപോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു. അനന്തരം അവിടുന്ന് അപ്പമെടുത്ത് കരുണാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അവിടുന്ന് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാകുന്നു. അപ്പം എടുത്ത് വാഴ്ത്തിക്കൊണ്ട് അതിനെ അങ്ങനെ തിരുശരീരവും മുന്തിരിരസം നിറച്ച കാസ എടുത്ത് വാഴ്ത്തിക്കൊണ്ട് അതിനെ അങ്ങനെ രക്തവുമാക്കി മാറ്റിയ കർത്താവേ, ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ സംപ്രീതനാകണമേ. പെസഹാദനത്തിന് ഒരുങ്ങുന്ന ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ അപ്പവും പാലും കരുണാപൂർവ്വം ആശീർവദിക്കണമേ. ഇതിൽ പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിലൊന്നായി ഭവിക്കട്ടെ. ഇതിൽ നിന്ന് അനുഭവിക്കുന്നവരെ സന്തോഷവും സംതൃപ്തിയും കൊണ്ട് നിറയ്ക്കുകയും എല്ലാ പൈശാചിക ബാധ വിമോചിപ്പിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോ തെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക 04985242 മൊബൈൽ 6238064141.